വിദ്യാർത്ഥികൾക്ക് കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിഷരഹിത ഭക്ഷണത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ഒരുക്കിയ വിഷരഹിത ഭക്ഷണം ആരോഗ്യമുള്ള ശരീരത്തിൽ എന്ന ക്യാമ്പയിൻ ചെറുവട്ടൂർ ഗവൺമെന്റ് സ്കൂളിലും നടത്തി. ക്യാമ്പയിന്റെ ഭാഗമായി 100ഓളം HDP ചട്ടികൾ, വളം, പച്ചക്കറി തൈകൾ എന്നിവ സ്കൂളിലെത്തിച്ചു. പച്ചക്കറി തൈ നടീലിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് നിർവഹിച്ചു. 100ഓളം HDP ചട്ടികളും അതിനാവശ്യമായ വളവും ഹൈബ്രിഡ് ഇനത്തിലുള്ള പച്ചക്കറി തൈകളുമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 265 സ്കൂളുകൾക്ക് വിഷരഹിത ഭക്ഷണം ആരോഗ്യമുള്ള ശരീരത്തിന് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി ചെറുവട്ടൂർ ഗവൺമെന്റ് LP-UP സ്കൂളിൽ എത്തിച്ചത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ അഞ്ജു വിപിന്റെ അധ്യക്ഷതയിൽ വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് പച്ചക്കറി തൈകളുടെ നടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിഷരഹിത പച്ചക്കറി അത് നമ്മുടെ മക്കൾ നട്ടുവളർത്തി അവർ തന്നെ കൃഷി ചെയ്ത് അവർക്ക് വിഷരഹിതമായ പച്ചക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി നിർവഹിച്ചിട്ടുള്ളത്. UP സ്കൂൾ ഹെഡ് മാസ്റ്റർ TA അബൂബക്കർ കൃഷിയുടെ ആവശ്യകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു. ബ്ലോക്കിന്റെ പരിധിയിലുള്ള 265ഓളം സ്കൂളുകൾക്ക് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ നട്ട് കുട്ടികളെ കൃഷിരീതി മനസ്സിലാക്കുന്നതിനും വിഷരഹിത പച്ചക്കറി സ്കൂൾ കിച്ചണിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. LP സ്കൂൾ പ്രധാന അധ്യാപകൻ K സൈനുദ്ദീൻ, UPS SMC ചെയർമാൻ KC അയ്യപ്പൻ, ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് സനിൽകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ അജിത സന്തോഷ്, റഷീദ് കവലക്കൽ, നൌഷാദ്, ആതിര ശശി, സുനീറ നിസാർ, ഷഹന ഹബീബ്, അധ്യാപകരായ മഞ്ജു, ജെൻസി അൻസ, അഞ്ജു ജോർജ്, മേഘ, സിജി, പ്രസന്നകുമാരി, ഫഹദ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.